ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്കൊരു ചെടിയെ കാണിച്ചു തരാം. വേണ്ട, ഇതാണ് മുക്കുറ്റി ചെടി. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അപ്പോൾ പറഞ്ഞാൽ തീരാത്ത ഔഷധ ഗുണങ്ങളുള്ള മുക്കുറ്റി ചെടി. മുക്കുറ്റി എല്ലാവർക്കും പരിചിതം. യൂട്യൂബിലെല്ലാം ഒരുപാട് വീഡിയോ ഉണ്ട്. നമ്മുടെ വാർദ്ധക്യത്തിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു കഴിവ്, അത്ഭുത സിദ്ധി നമ്മുടെ മുക്കുറ്റിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ സംബന്ധമായ വിഷയങ്ങൾക്കായിരുന്നാലും അല്ലെങ്കിൽ വയറിലുള്ള പ്രശ്നങ്ങൾക്കായിരുന്നാലും തലമുടിയുടെ വിഷയത്തിനായിരുന്നാലും അവർക്ക് ശരീരത്തുണ്ടാകുന്ന മുറിവുകൾക്കായിരുന്നാലും എന്തിനായിരുന്നാലും മുക്കുറ്റി ഒരു പ്രധാന ഔഷധം തന്നെയാണ്. നമുക്ക് ഈ മുക്കുറ്റിയുടെ ഇല അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം ഇതിനെ തീണ്ടാനാഴി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ആർത്തവ ക്രമക്കേടുകൾക്ക് നമ്മൾ അരിപ്പൊടിയും കരിപ്പൊട്ടിയും മുക്കുറ്റി ഇലയും കൂടെ ചേർത്ത് അരച്ച് കുറുക്കാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഓവറായിട്ട് ബ്ലഡ് പോകുന്നത് അല്ലെങ്കിൽ വയറ്റിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിലൊക്കെ അത് മാറി രക്തശുദ്ധി വന്ന് നല്ല ആർത്തവം ക്രമപ്പെടുന്നതാണ്. അങ്ങനെയുള്ള മുക്കുറ്റിക്ക് അത് കൂടാതെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഗുണങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് വയറിളക്കമൊക്കെ സാധാരണയായിട്ട് ഭക്ഷണം വയറിൽ പിടിക്കാതാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഈ വയറിളക്കമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മുക്കുറ്റിയിൽ അരച്ച് മോരിൽ കലക്കി കുടിച്ചാൽ ഈ വയറിളക്കം മാറിക്കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ശരീരത്ത് ജ്വരം അല്ലെങ്കിൽ പനി വന്നാലും നല്ലതുപോലെ തന്നെ നമുക്ക് മുക്കുറ്റി സമൂലമെടുത്ത് അരച്ച് അത് വെള്ളത്തിൽ കലക്കി കുടിച്ചാലും ഈ ഇത് മാറുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ശരീരത്തൊക്കെ വ്രണം ഉണ്ടെങ്കിൽ ആ വ്രണത്തിൽ ഈ മുക്കുറ്റിയുടെ ഒരു വിത്തുണ്ട്, അത് അരച്ച് പുരട്ടിയാൽ മതി. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന മുറിവുകൾക്ക് ഇതിൻ്റെ ഇലയുടെ ചാറ് എടുത്ത് നമുക്ക് അതിൽ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ ആ മുറിവ് വളരെ വേഗം തന്നെ ഉണങ്ങിപ്പോകും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴും നമ്മുടെ ഈ മലയോര മേഖലകളിൽ അല്ലെങ്കിൽ ഹൈ റേഞ്ചിലൊക്കെ ഉള്ളവർക്ക് പ്രധാനമായിട്ട് കണ്ടുവരുന്നതാണ് ശ്വാസം മുട്ട്. ഇപ്പോൾ ശ്വാസം മുട്ട് അല്ലെങ്കിൽ കഫക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അത് അലർജി മൂലം ഉണ്ടാവും അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ ശാരീരിക പ്രതിരോധ ശേഷി കുറയുന്നത് മൂലവും ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് എന്നതിരുന്നാലും നമുക്ക് ഈ മുക്കുറ്റി എടുത്ത് സമൂലം തേനിൽ ചാലിച്ച് അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഈ ചുമയായിരുന്നാലും കഫക്കെട്ടായിരുന്നാലും മാറിപ്പോവും. ഇപ്പോൾ തേനെല്ലാം നല്ല തേനുകളെല്ലാം കിട്ടാനുണ്ട്. വയനത്തിൽ നിന്ന് കിട്ടുന്ന തേന് നമുക്ക് ഔഷധ ഗുണം കൂടിയതാണ്. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ വനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മുക്കുറ്റി ചെടിയാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുംപുറങ്ങളിൽ ഇപ്പോഴും അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും വലുതായിട്ട് ആരും ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു യുവതി പ്രസവിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന പ്രസവ മരുന്നുകളിൽ അല്ലെങ്കിൽ അവരുടെ വയറ് ചുരുങ്ങി ചെറുതായി അവരുടെ ആ പ്രസവിച്ചതിൻ്റെ ആ ഒരു ക്ഷീണം മാറി അവർക്ക് യൗവനം വരാനായിട്ട് കൊടുക്കുന്ന പ്രധാന ഔഷധമാണ് മുക്കുറ്റി. അപ്പോൾ ഈ മുക്കുറ്റി പല രീതികളിൽ കൊടുക്കും. അരിമാവ് ചേർത്ത് അടയുണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ അരിമാവും കരിപ്പൊട്ടിയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കുറുക്കുണ്ടാക്കി കൊടുക്കാം. ഈ മുക്കുറ്റി ചാറിൽ അരിമാവ് ചേർത്ത് നമുക്ക് ചെറിയ കൊഴുക്കട്ട മാതിരി ഉണ്ടാക്കി ഇതെല്ലാം കൊടുക്കാം. പക്ഷേ ഇത് കൊടുക്കുന്നതിനൊരു ക്രമമുണ്ട്. നമ്മുടെ പ്രസവം കഴിഞ്ഞിട്ട് 15 ദിവസം തുടങ്ങി 3 ദിവസം എന്ന് വെച്ചാൽ അടുപ്പിച്ച് 3 ദിവസം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഗർഭാശയ ശുദ്ധി ഉണ്ടാവാനായിട്ട് മറ്റ് മരുന്നുകളുടെ ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ മുക്കുറ്റിയുടെ വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലമുടി, നമുക്ക് ഈ തലമുടി പൊഴിഞ്ഞ് അല്ലെങ്കിൽ അറ്റം പിളർന്ന് പോകുന്ന ഒരവസ്ഥ, സാധാരണ ആണുങ്ങൾക്ക് കഷണ്ടി രൂപത്തിൽ നെറ്റി കയറി കഷണ്ടിയാകുന്ന ഒരവസ്ഥ, പെണ്ണുങ്ങൾക്കും ഇപ്പോഴും അതേപോലെ തന്നെയാണ്. നെറ്റി കയറുന്നുണ്ട്, മുടിയൊക്കെ പൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ തടയാനായിട്ട് മുക്കുറ്റിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അതുപോലെ സാധാരണയായിട്ടുണ്ടാകുന്ന മൈഗ്രെയിൻ അല്ലെങ്കിൽ കൊടിഞ്ഞി എന്നറിയപ്പെടുന്ന തലവേദന, ഈ തലവേദന മാറാനായിട്ട് നമുക്ക് ഈ മുക്കുറ്റിയും കുരുമുളകും ചേർത്ത് കാച്ചുന്ന വെളിച്ചെണ്ണയിലാണ് അത് കാച്ചാനുള്ളത്. അങ്ങനെ കാച്ചുന്ന എണ്ണയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്, നമ്മുടെ മൈഗ്രെയിന് ശമിപ്പിക്കാനുള്ള കഴിവ്. അപ്പോൾ ഇതിൽ കൂടെ തന്നെ നമുക്ക് കൈതോന്നി ചേർക്കാം. കൈതോന്നി ചാറും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ്. അപ്പോഴേ കൈതോന്നിയും മുക്കുറ്റിയും കുരുമുളകും ഒക്കെ കൂടെ ചേർത്ത് നമ്മൾ കാച്ചി എടുക്കുന്ന ഒരു മുക്കുറ്റി ഓയിലിന് മൈഗ്രെയിൻ എന്ന് പറയുന്ന കൊടിഞ്ഞി അല്ലെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു തലവേദനയെ ശമിപ്പിക്കാനുള്ള കഴിവുണ്ട്.
പിന്നെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നിറം വയ്ക്കുന്നതിന് നമുക്ക് ഈ മുക്കുറ്റിയുടെ ചാറ് 2 തുള്ളി തേനിൽ ചാലിച്ച് ഉള്ളിൽ കൊടുത്താൽ മതി. അത് കൊടുക്കുന്നതിന് വേറൊരു ഗുണവും കൂടെ ഉണ്ട്. അവരുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇതുമൂലം സഹായിക്കും. അപ്പോൾ നമ്മുടെ പാടത്തും പറമ്പിലുമൊക്കെ കാണുന്ന മുക്കുറ്റി ചെടിയെ കണ്ടാൽ ഇനി ആരും പിഴുത് ദൂരെയൊന്നും കളയരുത്. പറ്റുമെങ്കിൽ കുറച്ച് അരിപ്പൊടിയൊക്കെ കൂടെ ചേർത്ത് ഇതിനെ അരച്ച് നന്നായിട്ട് സമൂലമെടുത്ത് അരച്ച് അരിപ്പൊടിയും കരിപ്പൊട്ടിയൊക്കെ കൂടെ ചേർത്ത് കുറുക്കാക്കി കുട്ടികൾക്ക് കൊടുക്കുകയും നമ്മൾ കഴിക്കുകയും ചെയ്താൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും നമുക്ക് ശരീരത്തിന് ഓജസ്സും അല്ലെങ്കിൽ തേജസ്സൊക്കെ ഉണ്ടാകാനായിട്ട് സഹായിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള മുക്കുറ്റിയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.